ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു ലോങ് വീഡിയോ എടുക്കാമെന്ന് വെച്ച്. കാരണം ഇത് ഞാൻ ഷോർട്സിന് ഇട്ട വീഡിയോ കേട്ടോ. അത് ഇൻട്രൊഡക്ഷൻ ഒന്നും കാണാഞ്ഞത്. ഇത് ഞാൻ ഷോർട്സിനായിട്ട് എടുത്ത ഒരു വീഡിയോ കേട്ടോ. അപ്പോൾ ഞാനൊരു ഷോർട്സിൽ ഇട്ടായിരുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞൊരു മൾബറിയൊക്കെ പറിക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ അത് ഞാനിങ്ങനെ ചുമ്മാ വീഡിയോ എടുത്ത് ഇടാമെന്നൊക്കെ വെച്ചത്. പിന്നെ ആണെങ്കിൽ ഇത് ലെങ്ത് ഇച്ചിരി കൂടുതലാണ്. പിന്നെ എനിക്ക് ലാസ്റ്റിലത്തെ ഭാഗമൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചത് കട്ട് ചെയ്ത് കളയുന്നതിലും ഭേദം അതിങ്ങനെ ലോങ് വീഡിയോ ഇടുന്നതല്ലേ. കാരണം കുറേ ആയി ലോങ് വീഡിയോ ഇട്ടിട്ട്. പിന്നെ നമ്മൾ ഇന്നൊരു ഷോർട്ട് വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്ന് ഷോർട്ട് വീഡിയോ ഇട്ടാലും ഇട്ടില്ലെങ്കിലും ഒരു ലോങ് വീഡിയോ ഇടുന്നതിന് പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാനൊരു ലോങ് വീഡിയോ ഇടാമെന്ന് വെച്ചു. കാരണം കുറേ മാസമായി നമ്മൾ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ ഒന്നും ഇല്ലാഞ്ഞത് ഇത് ഷോർട്സിനെടുത്ത വീഡിയോ, ഷോർട്സ് വീഡിയോയ്ക്ക് എടുത്ത വീഡിയോ ആയതുകൊണ്ടാണ് കേട്ടോ ഇൻട്രൊഡക്ഷൻ ഒന്നും ഇല്ലാത്തത്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ നമ്മൾ എവിടെയെങ്കിലും എന്തെങ്കിലും ഇങ്ങനെ പറയുന്ന ചിന്നുനെ എല്ലാം കാണിച്ചിട്ടോ വല്ലതും ആയിരിക്കും എടുക്കുന്നത്, അല്ലാതെ വേറെ ടൈപ്പൊന്നും എടുക്കത്തില്ല. അപ്പോൾ ഞാനാണെങ്കിൽ ഇങ്ങനെ മൾബറി പറിക്കുക കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ പരുത്തത് കിട്ടുന്നുള്ളായിരുന്നു. അപ്പോൾ കുറച്ചൊക്കെ ഇങ്ങനെ കിട്ടുന്നുള്ളായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ മൾബറി പറിക്കുമായിരുന്നു. എനിക്ക് അത്രയ്ക്ക് കിട്ടുന്നുമില്ലായിരുന്നു. കണ്ടോ, ഇത്രയൊക്കെ കിട്ടണുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളായിരുന്നു. ഒരു സമയത്ത് കുറേ ഉണ്ട്. അപ്പോൾ ഞാനാണെങ്കിൽ ഇത് അവിടെ കൊണ്ട് ഇങ്ങനെ തട്ടിയതല്ല, അവിടെ കൊണ്ട് വെച്ചിട്ട് ഓക്കെയൊക്കെ കാണിച്ചിട്ട് ഇങ്ങനെ വരാൻ പറയുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയൊക്കെ ചുറ്റി കാണാമെന്ന് വെച്ചു. കാരണം ഇത് ഹോം ടൂറും ഒന്നുമല്ല. വെളി മാത്രം വെളിഭാഗം കാണിച്ചാൽ മാത്രം ഹോം ടൂർ ആവത്തില്ലല്ലോ. അപ്പോൾ ഹോം ടൂർ ഒന്നും അല്ല എടുക്കുന്ന, ഈവനിങ് വ്ളോഗ് ആട്ടോ. അപ്പോൾ അത് ഞാനത് പ്രത്യേകം പറയാം. നമ്മുടെ തമ്പനയിൽ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. അപ്പോൾ നമ്മുടെ ഓലയുടെ അവിടെ മറഞ്ഞു നിൽക്കുന്നതാണ് നമ്മുടെ കരിക്കെന്നൊന്നും പറയാനായിട്ടില്ല. അതിനകത്തൊന്നും ഒന്നുമില്ല, അതിന് വളരണം. ആദ്യം ഒരു തവണ പറിച്ചപ്പോഴാണെങ്കിൽ ആദ്യം ഒരു തവണ 3 എണ്ണം ഉണ്ടായിരുന്നു. അത് നമ്മൾ ആദ്യം എടുത്തില്ലെന്ന് തോന്നുന്നു, എനിക്കറിഞ്ഞില്ല. അപ്പോൾ പിന്നെ എങ്ങാണ്ട് പറിച്ചപ്പോൾ അതെങ്ങാണ്ട് ഇങ്ങനെ അതിനകത്ത് വെള്ളം ഉണ്ടായിരുന്നു, പക്ഷെ കരിക്കൊന്നും ഇല്ലായിരുന്നു. പിന്നെ രണ്ടാമത് പറിച്ചപ്പോൾ അതിനകത്ത് വെള്ളവും കരിക്കും എങ്ങാണ്ട് ഉണ്ടായിരുന്നെന്ന് എൻ്റെ ഒരു നിഗമനം. പിന്നെ നാലാമത് എങ്ങാണ്ട് പറിച്ചപ്പോൾ, അതായത് ഈ ഇടയിൽ എങ്ങാണ്ട് പറിച്ചത്, ഇന്നലെയോ മെനങ്ങാന്നോ അതിൻ്റെ മെനങ്ങാന്നോ എപ്പോഴോ എങ്ങാണ്ട് പറിച്ചതാണ്. ഇന്നലെയോ മെനങ്ങാന്നോ അതിൻ്റെ മെനങ്ങാന്നോ എങ്ങാണ്ടാന്ന് തോന്നുന്നു പറിച്ചത്, എനിക്കറിഞ്ഞൂടാ. അപ്പനെങ്ങാണ്ട് പറിച്ചപ്പോൾ അതിനകത്ത് വെള്ളം മാത്രമേ ഉള്ളായിരുന്നു. അതിനകത്ത് വെള്ളം സാധാ മധുരം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലെന്ന് ചോദിച്ചാൽ ഇല്ല, അങ്ങനത്തെ ഒരു രീതിയിലാട്ടോ. അപ്പോൾ അത്യാവശ്യം മധുരമൊക്കെ ഉണ്ടായിരുന്നു ആ വെള്ളത്തിന്. അപ്പോൾ അത് നല്ല ഇതൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ വെള്ളം കുടിക്കാൻ നല്ലതല്ല. അപ്പോൾ ആ വെള്ളമൊക്കെ ഞാൻ കുടിക്കത്തുള്ളൂ, അല്ലാതെ കരിക്കിൻ്റെ വെള്ളമൊക്കെ ഞാൻ കുടിക്കത്തുള്ളൂ, അല്ലാതെ അല്ലാത്ത വെള്ളമൊന്നും ഞാൻ അത്രയ്ക്ക് കുടിക്കത്തില്ല. അപ്പോൾ ഞാനതൊക്കെ ചുമ്മാ വീഡിയോയിൽ പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ അതിനകത്തും ഇങ്ങനെ വെള്ളം മാത്രമേ ഉള്ളായിരുന്നു, കരിക്കില്ലായിരുന്നു. പിന്നെ അത് അവിടെ കണ്ട് കളഞ്ഞു, അതിനകത്തൊന്നും ഇല്ല. നമ്മൾ വെള്ളമൊക്കെ എടുത്തു, പിന്നെ ഒന്നുമില്ല. പിന്നെ ബാക്കി തോടൊക്കെ കളഞ്ഞു, ഇത്രേ ഉള്ളൂ. വെള്ളമൊക്കെ എടുക്കേണ്ടത് എടുത്തു, പിന്നെ കരിക്കൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അത് ഞാൻ കളഞ്ഞു. അപ്പോൾ ഞാനിത് വീഡിയോയിൽ ക്ലിയറായിട്ട് പറയാനാട്ടോ കുറേ വട്ടം കൊണ്ട് പറയുന്നത്. പിന്നെ നമ്മൾ വാരയൊക്കെ കാണിച്ചു. നമുക്ക് ഒരു മെയിൻ വാരയുണ്ട് ഇവിടെ, അതാണ് ഞാൻ കാണിച്ചത് ലാസ്റ്റ്. അത് ചിന്നുനെ അല്ല കേട്ടോ, അത് ഒരു വലിയൊരു ഇങ്ങനെ ഉണങ്ങിയിരിക്കുന്നുണ്ടെന്ന് കണ്ടില്ലായിരുന്നു. അതിനകത്തുനിന്ന് നമുക്ക് കൊലയൊക്കെ കിട്ടിയിട്ടുള്ളത്, പരക്കൊലയൊക്കെ കിട്ടിയിട്ടുള്ള അതിനകത്തുനിന്ന്. മറ്റേതൊക്കെ വെച്ചതേ ഉള്ളായിരുന്നു, കുറച്ചൊക്കെ ആയതേ ഉള്ളൂ വെച്ചിട്ട്. പിന്നെ മൾബറിന്നേ വായി വരുന്നുള്ളൂ. മൾബറി അല്ല, സോറി, നമ്മുടെ ഈ പുളിഞ്ചിക്ക ഉണ്ടല്ലോ, നമ്മുടെ ഇതൊക്കെ പുളിഞ്ചിക്കാന്ന് പറയുക. പുളിഞ്ചിക്ക എടുത്തിട്ട് അത് കുറച്ച് പിച്ചാണ് നമ്മൾ ഷോയ്ക്ക് പിച്ചതാണ്, വീഡിയോയ്ക്ക് വേണ്ടി കാണിച്ചതാട്ടോ. വീഡിയോയ്ക്ക് കാണിച്ചതാ, അല്ലാതെ ഞാൻ അങ്ങനെയൊന്നും പറിക്കാറില്ല. ഒരു തവണ എങ്ങാണ്ട് പണ്ട് കഴിഞ്ഞ വർഷം എപ്പോഴും എങ്ങാണ്ടാന്ന് തോന്നുന്നു, ഇതിങ്ങനെ പറിച്ചിട്ട് ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ തിന്നു, നല്ല ടേസ്റ്റാണ്. ഞാൻ കുറച്ച് തിന്നുള്ളൂ, എനിക്ക് അത്രയ്ക്ക് താല്പര്യം. എനിക്ക് മാങ്ങയിൽ ഉപ്പും മുളക് ഇട്ട് തിന്നുന്ന കേട്ടോ ഇഷ്ടം, അതായത് എനിക്ക് അങ്ങനെ ഇടുന്ന ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ ചുമ്മാ ഇലയൊക്കെ പിച്ച് കളിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ സ്റ്റക്കായത് കണ്ടോ, വീഡിയോ സ്റ്റക്കായത്. അപ്പോൾ അത് എൻ്റെ ഇടയ്ക്ക് അങ്ങനെ സ്റ്റക്ക് വരുന്നത് ഞാൻ തോന്നുന്നു, ക്യാമറയുടെ പ്രശ്നമാണോ എന്താണോ എന്ന് അറിഞ്ഞില്ല. ഇനി ഇത് വീഡിയോ ആയിട്ട് യൂട്യൂബിൽ ഇടുമ്പോൾ സ്റ്റക്ക് വരുമോ എന്നൊന്നും എനിക്കറിഞ്ഞൂടാ. ഇനി ഇത് വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇടുമ്പോൾ ഇത് സ്റ്റക്ക് ഉണ്ടോ എന്നൊന്നും എനിക്കറിഞ്ഞില്ല. പക്ഷേ ഇപ്പോൾ വീഡിയോയിൽ നോക്കുമ്പോൾ എന്താണ്ട് ആ പുളിഞ്ചിക്കയുടെ ഭാഗം കണ്ടപ്പോൾ എന്തോ സ്റ്റക്ക് പോലെ വന്നിട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ കഥയും പറഞ്ഞ് ഇലയൊക്കെ പിച്ച് കളിച്ച് കുറച്ച് വെള്ളം എടുത്തിട്ട് ഇങ്ങനെ ചിന്നുവിൻ്റെ മുഖത്ത് കുടയാന്ന് വെച്ച്. പിന്നെ ചോദിച്ചാൽ അവളെ എന്തിന് ഇറിറ്റേറ്റ് ചെയ്യും, നമ്മളത് ശരിയല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചുമ്മാ ഇച്ചിരി മാറി നിന്നിട്ട് ഇങ്ങനെ വെള്ളം കുടഞ്ഞ് ചുമ്മാ എന്തൊരു രസത്തിൽ ഇങ്ങനെ കാണിച്ചു. അവളുടെ മുഖത്തൊന്നും ഞാൻ ഒഴിച്ചില്ല കേട്ടോ, അവളുടെ മുഖത്തൊന്നും ഞാൻ ഒഴിച്ചില്ല കേട്ടോ. അപ്പോൾ
അപ്പോൾ അവളുടെ മുഖത്തൊന്നും ഞാൻ ഒഴിച്ചില്ല. അപ്പോൾ ഞാനാണെങ്കിൽ എന്തുവാ ഇവളെ ഇങ്ങനെ പറ്റിക്കാന്ന് വെച്ച് ഇങ്ങനെ വെള്ളം ഉണ്ടെന്ന് പറഞ്ഞ് ആക്ഷൻ കാണിച്ചിട്ട് ഇങ്ങനെ മുഖത്തോട്ടിരിക്കുക. അങ്ങനെ മുഖത്തോട്ട് ഒഴിക്കുമ്പോൾ ഇവള് കണ്ണിങ്ങനെ ചിമ്മുന്നത് കണ്ടോ നല്ല ക്യൂട്ടല്ലേ കാണാൻ. അപ്പോൾ അതെനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്തത് കേട്ടോ. അത് കയ്യിൽ വെള്ളമൊന്നുമില്ല എന്ന് ചുമ്മാ ആക്ഷൻ കാണിച്ചത് കേട്ടോ. അപ്പോൾ അവളിങ്ങനെ കണ്ണ് ചിമ്മുന്നത് കാണാൻ നല്ല രസം. അപ്പോൾ അവൾ എന്തുവാ ഇങ്ങനെ നല്ല ക്യൂട്ടാണ് കാണാൻ. എന്നിട്ട് കണ്ട ഇങ്ങനെ എന്താണ്ടൊക്കെ കാണിച്ചിട്ട് അവൾ കണ്ടോ മണ്ടയ്ക്ക് നമ്മുടെ അടുത്ത് സ്നേഹപ്രകടനം കാണിക്കുകയാണ്. ഇച്ചിരി സ്നേഹമുള്ള കൂട്ടത്തിലാണ് പുള്ളിക്കാരത്തി ഇപ്പം. അപ്പോൾ അവൾ എന്താണ്ടൊക്കെ വട്ടം കറങ്ങി അങ്ങനെ ഇങ്ങനെയൊക്കെ കാണിച്ചു. പിന്നെ ഇതാണ് നമ്മൾ പിന്നെ മൾബറി കഴുകാൻ കൊണ്ടുപോയി. അപ്പോൾ നമ്മൾ മൾബറി കഴുകാൻ കൊണ്ടുപോയി. അപ്പോൾ എൻ്റെ ബ്യൂട്ടിഫുൾ കാലും ബ്യൂട്ടിഫുൾ ചെരുപ്പും ഒക്കെ കാണിച്ചു. അത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച ചെരുപ്പാട്ടോ. അതിങ്ങനെ എന്തോ പൂടയൊക്കെ ഉള്ള ടൈപ്പ്, നല്ല സോഫ്റ്റ് അത് ഇടാനായിട്ട്. ഞാൻ അകത്ത് അത് ഇട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കും. ഇതിൻ്റെ ഇടയ്ക്ക് സ്റ്റക്ക് വരുന്നുണ്ട് വീഡിയോ. അതിന് ക്യാമറയുടെ പ്രശ്നമാണോ വീഡിയോയുടെ പ്രശ്നമാണോ ഒന്നും എനിക്കറിയില്ല. ഇങ്ങനെ യൂട്യൂബിൽ ഇടുമ്പോൾ എന്തുവാ അങ്ങനെ സ്റ്റക്ക് വല്ലതും ഉണ്ടോയെന്ന് എനിക്കറിഞ്ഞൂടാ. അപ്പോൾ അതെന്താ ഇങ്ങനെ വരുന്നതെന്നൊന്നും അറിഞ്ഞൂടാ. അപ്പോൾ ഞാൻ നന്നായിട്ട് ഇതൊക്കെ കഴിക്കും. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ, ടാറ്റാ.